എല്ലാവരുടെയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് ഇന്നത്തെ പോക്ക്. കിരണനും ഞാനും ചേട്ടനും അപ്പുവും എല്ലാവരും കൂടെ ഒരുമിച്ച് പെരുമഴയത്താണ് ഇന്നത്തെ സാഹസിക യാത്ര. അതെ, നമ്മളെല്ലാവരും കൂടെ നമ്മുടെ കുടുംബത്തിലേക്കുള്ള പുതിയ ചെറുക്കനെ തേടി ഇറങ്ങിയത്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് വെരി വെരി ഓക്കെ. ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് ഓക്കെ മൈൻഡ് ചെയ്യുന്നു. പക്ഷെ ചെറുക്കന് നേരിട്ട് കണ്ടപ്പോൾ നമ്മളെ ഞെട്ടിച്ചു. പിന്നെ ഒന്നും നോക്കാതെ ഉണ്ണിയായിട്ട് ഫസ്റ്റ് എന്നും പറഞ്ഞ അപ്പു ചാടി കയറി നമ്മുടെ ചെറുക്കന്റെ ഹോട്ട് സീറ്റ്. BS3 ആരും കിടിലം വളയും ഓളോ ഡേഷും കൂടെ കണ്ടപ്പോൾ നമ്മൾ ക്യാബിന്റെ കാര്യത്തിൽ ഫ്ലാറ്റ്. ഒരിക്കൽ കൂടെ പുറത്തിറങ്ങി ചെറുക്കന്റെ ഓവറോൾ ലുക്ക് നോക്കിയപ്പോൾ നമുക്ക് ക്രഷ് അടി. വണ്ടിയുടെ എഞ്ചിൻ സൈഡും മെക്കാനിക്കൽ സൈഡും ഒക്കെ നോക്കി. ഇത് കിരണാണ്. ഞാനും അപ്പും കൂടെ ഓടി നടന്ന് നോക്കിയത് വണ്ടിയുടെ ലുക്കും വണ്ടിയുടെ സെറ്റ് വർക്കും എങ്ങനെയൊക്കെയാണെന്നാണ്. വണ്ടിയുടെ ഇന്റീരിയറിലെ ക്ലോത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോയിൽ കണ്ടപ്പോൾ നിറച്ച ഫീലാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നേരിട്ട് കാണുമ്പോൾ സെറ്റാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന ഒരു പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നൈസായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. ഒന്നാമതായിട്ട് നല്ല സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ട്. രണ്ടാമതായിട്ട് ക്വാർട്ടർ ഗ്ലാസിലെ ലൈറ്റ് ഓടി കത്തുന്നു. പിന്നെ നമ്മളെല്ലാം പുറത്തിറങ്ങി വീണ്ടും ഓരോരോ കാര്യങ്ങളായിട്ട് ചെക്ക് ചെയ്യാൻ. ടയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ടയർ ഭാഗം നോക്കിയത് അപ്പുവാണ്. സൈഡ് എഞ്ചിൻ AC പക്കയായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ വണ്ടി മൊത്തത്തിൽ നമുക്ക് ഇഷ്ടം. പക്ഷെ വിലയുടെ കാര്യം വന്നപ്പോൾ നമ്മൾ കുറച്ച് കുറയ്ക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിലും വിലയുടെ കാര്യത്തിൽ തീരുമാനമാവാത്തതുകൊണ്ട് നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് BRSലേക്ക് കയറുന്ന വഴിയുടെ മുമ്പിൽ BS6 വണ്ടി കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി അകത്ത് മൊത്തം തിരക്ക്. നമ്മുടെ നന്ദുവിന്റെ കളർ വണ്ടിയിലെ മാരകമായിട്ടുള്ള അപ്ഡേഷനെ കുറിച്ച് സംസാരിക്കാനും വണ്ടി എന്ന് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കാനുമാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. അപ്പോഴാണ് BRSന്റെ മുതലാളി ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള നഗ്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ ഒന്നും നോക്കില്ല, പുള്ളി എന്ന് കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ഇവിടെ കിടന്ന ഈ വണ്ടിയിലെ ഗ്രാഫ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് കിടിലാണ്. പിന്നെ നമ്മളെല്ലാവരും കൂടെ അവിടെ കിടന്നൊരു വണ്ടിക്കകത്ത് കയറിയിട്ട് ചർച്ച തുടങ്ങി. നമ്മുടെ വണ്ടിയിൽ എങ്ങനെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം. ഇതൊക്കെ കണ്ടിട്ടൊന്നും മനസ്സിലാവാതെ ഉമാർ എന്ത് തേങ്ങയുടെ ഈ പറയുന്നുള്ള ഭാവത്തിലാണ് അപ്പു ഇരിക്കുന്നത്. അങ്ങനെ കാത്തിരുന്ന് BRSന്റെ മുതലാളി ഇവിടെ. പുള്ളി BRSലേക്ക് വന്ന് കാല് വെച്ചത് നമ്മളെല്ലാവരും കൂടെ അങ്ങ് വളഞ്ഞു. പിന്നെ അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ഘോരമായിട്ടുള്ള ചർച്ചകളായി. പ്രധാനമായിട്ട് നമ്മുടെ കളർ വണ്ടിയിലെ ക്യാബിൻ വർക്കും ഇന്റീരിയറിലെ ലൈറ്റ് വർക്കിന്റെ കാര്യങ്ങളാണ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ട്. ഇതിനിടയിൽ വോക്കൽ അപ്ഡേഷന്റെ കാര്യം അവിടെ ആയിട്ട് പരാമർശിക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന ചർച്ചയ്ക്ക് ശേഷം വണ്ടി നാളെ തന്നെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് നമ്മൾ നേരെ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി.